ജാസ്മിനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മുടെ സിബിൻ ആ ഒരു ഗാർഡൻ ഏരിയയിൽ ഇരിക്കാൻ പോയി. ഈ സമയത്ത് സായി സിബിന്റെ പുറകെ പോയിട്ട് നിനക്ക് മഞ്ഞക്കാട് അടിച്ചു തരും ലാലേട്ടൻ, നിന്റെ കാര്യം തീർന്നു, നീ പുറത്താണ്, നിന്റെ കാര്യം എല്ലാം തീർന്നു, ഈ ഗെയിം നിന്റെ അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ നെഗറ്റീവ് അടി. ലാലേട്ടൻ മഞ്ഞക്കാട് കാണിച്ച സ്ഥിതിക്ക് എന്തായാലും നിനക്ക് അത് അടിച്ചു തന്നിരിക്കും, എന്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒന്ന് ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരേ നെഗറ്റീവ് അടി. ബിഗ് ബോസ് പോലും വിളിച്ച് വാർണിംഗ് കൊടുക്കുന്നതിന് മുമ്പാണെന്ന് ഓർക്കണം. അല്ലെങ്കിൽ നമുക്കിത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, സായിയുടെ വാക്ക് കേട്ടിട്ട് ഒരു ഐഡിയ കിട്ടിയാണ് സിബിന് ബിഗ് ബോസ് ഒരു വാർണിംഗ് കൊടുത്തത്. അങ്ങനെ പറയുന്നതാണ് കറക്റ്റ്. കാരണം സായി പുറകെ പോയി അമ്മാതിരി നെഗറ്റീവ് അടിച്ചു, ബിഗ് ബോസിന് ഒരു ഐഡിയ കൊടുത്തു ഇങ്ങനെ ഒരു വാർണിംഗ് കൊടുക്കാനായിട്ട്. അപ്പോഴും സിബിൻ പറയുന്നുണ്ട്, മതിയടാ, നിർത്തടാ, ഞാൻ സോറി പറഞ്ഞു, അത് തീർന്നു, വെറുതെ സീനാക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അത്രയും ചെറിയൊരു വിഷയമാണ്, സിബിൻ സോറി പറയേണ്ട ഒരു കാര്യം പോലുമില്ല. അപ്പോഴാണ് ഷാഡോ ഗ്രൂപ്പിൽ ഒന്നിച്ചു നിന്നിട്ട് ഒരു സാഹചര്യം ഒത്തു വന്നപ്പോ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കുന്നത് നമ്മുടെ സീക്രട്ട് ഏജന്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബിഗ് ബോസിലേക്ക് എത്തിച്ച് സിബിനെ ആ ലെവലില് ഒരു ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്നത് പുള്ളിയുടെ ഗെയിമൊക്കെ ആയിരിക്കാം. നല്ല ഗെയിമാണെന്ന് ഞാൻ പറയില്ല, മോശമാണെന്നും ഞാൻ പറയില്ല. ആദ്യമായിട്ടാണ് സായി ഒന്ന് കളിക്കുന്നത് കണ്ടത്, അതിൽ വളരെ സന്തോഷമുണ്ട്. പ്രേക്ഷകർക്ക് കമന്റ്സിൽ പറയാം നല്ലതാണോ മോശമാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്. കാരണം ഈ പുള്ളി ഒരു യൂട്യൂബറാണ്, പുള്ളിയുടെ കുറെ ആരാധകരും എല്ലാവരും കാണും, ഈ വീഡിയോ കാണുന്നവരിൽ പലരും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ നമുക്കും ചർച്ച ചെയ്യാം. മോശമാണെന്നോ നല്ലതാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല, പ്രേക്ഷകരിലേക്ക് വിട്ടു തന്നിരിക്കുന്നു. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.